അടിപൊളി ടേസ്റ്റില് മന്തി ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ. ഇതിന് ഭയങ്കര ടേസ്റ്റാട്ടോ. നിങ്ങള് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ആദ്യം തന്നെ നമുക്കിവിടെ ചിക്കൻ എടുക്കാം. ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക്, 2 മാഗി ക്യൂബ്, 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ക്യാപ്സിക്കവും കുറച്ച് മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു ഡോട്ട്സ് കളറും കൂടെ ആഡ് ചെയ്യണം. ഇത് ഓപ്ഷനിലാട്ടോ. എന്നിട്ടൊരു 4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് വൈറ്റ് ബസ്മതി റൈസ് എടുക്കണം. ഇത് 1 കിലോ ഉണ്ട്. ഞാനിതാ അരമണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ സ്റ്റൗവിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് കുരുമുളകൊക്കെ ഇട്ട് സാവധാനം വേവിച്ചെടുക്കണം. നമുക്കിനി റൈസ് വേവിക്കാം. അതിനുവേണ്ടി 3 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും ഏലക്കായും കറുകപ്പട്ടയും ഇട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ഇട്ട് ഒരു 90% വെന്ത് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ചോറ് ഊറ്റിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ചിക്കൻ്റെ ഗ്രേവി ഇല്ലേ നമ്മുടെ ഈ റൈസിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. ഈ ചിക്കൻ്റെ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്. റൈസിന് നല്ലൊരു ടേസ്റ്റ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. എന്നിട്ട് നമ്മൾ ചാർക്കോൾ ഒന്ന് കുറച്ച് ചൂടാക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്മോക്ക് വരുമ്പോൾ പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു 5 മിനിറ്റിലോട്ട്. എന്നിട്ട് ഇതാ ഒരു കളറിന് വേണ്ടിയിട്ട് റൈസിനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി തൂളി ഇതുപോലെ റൈസ് പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസും ചിക്കനും ഇവിടെ റെഡി. നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായത് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട. ഓക്കെ, ബൈ.